കേരള സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് പ്രയാണം ആരംഭിക്കുകയാണ്. അതിന്റെ മുന്നോടിയായുള്ള ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ചടങ്ങ് ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നിന്നും മരണപ്പെട്ടുപോയ 5 വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അന്തരിച്ച നമ്മുടെ മുൻ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗിനുമുള്ള അനുശോചനം, അതുപോലെ തന്നെ നമ്മുടെ സാഹിത്യകാരൻ MD വാസുദേവൻ നായർക്കുള്ള ആദരവ്. 1 മിനിറ്റ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മൗനം ആചരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അദ്ദേഹത്തെ യോഗത്തിലേക്ക് ക്ഷണിക്കും. വേദിയിലിരിക്കുന്ന ആരാധ്യനായ കാസർഗോഡ് ജില്ലയുടെ MP ശ്രീ രാജമോഹൻ ഉണ്ണിത്താൻ അവർകൾ, കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സുജാത ടീച്ചർ, നമ്മുടെ ജോയിന്റ് ഡയറക്ടർ ശ്രീ ഗിരീഷ് ചോലയിൽ അടക്കമുള്ള വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇത്രയും പ്രിയപ്പെട്ട എൻ്റെ കുട്ടികളെ, അവരുടെ രക്ഷിതാക്കളെ, ഈ വിദ്യാലയത്തിലെ അധ്യാപക സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ വിവിധ പത്രമാധ്യമ സുഹൃത്തുക്കളെ, 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 4 മുതൽ 8 വരെ തീയതികളിലായി തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ്. അതിന് മുന്നോടിയായി വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് പ്രയാണത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. 3 ജില്ലകളിലുള്ള പര്യടനത്തിന് ശേഷം ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഈ പ്രയാണം അവസാനിപ്പിക്കേണ്ടതാണ്. ഓരോ സ്വീകരണ കേന്ദ്രത്തിലും വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ഉള്ളത്. മുൻ പ്രധാനമന്ത്രിയോടുള്ള ആദരസൂചകമായി ആഘോഷങ്ങളൊന്നുമില്ലാതെ വളരെ ലളിതമായ ചടങ്ങാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഈ പ്രയാണം ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയനായ നമ്മുടെ MP ശ്രീ രാജമോഹൻ ഉണ്ണിത്താൻ അവർകളാണ്. സാറിനെ എല്ലാവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അധ്യക്ഷത വഹിക്കുന്നത് ആദരണീയായ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സുജാത ടീച്ചറാണ്. ടീച്ചറെയും ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ ഈ പ്രയാണത്തിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടറും ഇപ്പോൾ പരീക്ഷാ ഭവൻ ജോയിന്റ് ഡയറക്ടറുമായ ശ്രീ ഗിരീഷ് ചോലയിൽ അവർകളാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിലെ മാനേജർ ശ്രീ വേണുഗോപാലൻ സാർ ഇവിടെ ചടങ്ങിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിലെ ജില്ലയിലെ വിവിധ ഓഫീസർമാർ, അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാരടക്കം വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും, ചുരുങ്ങിയ സമയം മാത്രമേ വാക്കുകൾക്കുള്ളൂ, എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ, ഈ വിദ്യാലയത്തിലെ അധ്യാപക
സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും, പത്രമാധ്യമ സുഹൃത്തുക്കളടക്കം എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷത വഹിച്ച് സംസാരിക്കുവാൻ വേണ്ടി ആദരണീയായ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സുജാത ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലുള്ള ബഹുമാനപ്പെട്ട കാസർഗോഡ് ജില്ലയുടെ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവറുകൾ, അതുപോലെ മറ്റ് ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ശ്രീ ഗിരീഷ് ചോലയിൽ, മറ്റ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ, മാനേജർ വേണുവേട്ടൻ ഉൾപ്പെടെയുള്ള ബഹുമാന്യരെ, മറ്റു വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ടവരെ, 2019 സംസ്ഥാന കലോത്സവത്തിന് ആതിഥ്യമരുളുമ്പോൾ ഈ കപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഇത് ഏറ്റുവാങ്ങുകയാണ് നമ്മൾ ചെയ്തത്. ഇത്തവണ തിരുവനന്തപുരത്ത് വെച്ച് സംസ്ഥാന കലോത്സവം നടക്കുമ്പോൾ ഇവിടെ നിന്ന് ഇതിൻ്റെ പ്രയാണം ആരംഭിക്കുന്നതിനുള്ളൊരു ഭാഗ്യം ഈ യോഗത്തിൻ്റെ അധ്യക്ഷ നമ്മുടെ എല്ലാം ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി KV സുജാത, ഈ ധന്യമായ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ മധു, അതുപോലെ തന്നെ ഈ പ്രയാണത്തിന് നേതൃത്വം കൊടുക്കുന്ന കാസർഗോഡ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടറും, അതുപോലെ തന്നെ ഇപ്പോൾ പരീക്ഷാ ഭവനിലെ ഉദ്യോഗസ്ഥനുമായ ഡോക്ടർ ഗിരീഷ് ചോലായി, ശ്രീ വേണുഗോപാൽ, അധ്യക്ഷവേദിയിൽ ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട്. അവിടെ എല്ലാം പേരെടുത്ത് പറയേണ്ടതാണ്, പക്ഷേ സമയപരിമിതി കൊണ്ട് ഞാൻ അതിന് തുനിയുന്നില്ല. മുനിസിപ്പൽ കൗൺസിലർമാരുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിലെ ആളുകളുണ്ട്, PTAയുടെ ഭാരവാഹികളുണ്ട്, അധ്യാപകരുണ്ട്, അധ്യാപികമാരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വളരെ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. 63ാം സ്കൂൾ കലോത്സവത്തിന് ഓവറോൾ ട്രോഫി കൊടുക്കാനുള്ള സ്വർണ്ണക്കപ്പാണ് ഇവിടുന്ന് യാത്ര ആരംഭിക്കുന്നത്. ഇത് ചരിത്രത്തിൽ ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത രീതിയിലാണ് ഇത്തവണ ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലോത്സവമാണ് ഈ സ്കൂളിലെ കലോത്സവം എന്ന് പറയുന്നത്. അത് 61ാം കലോത്സവം എനിക്ക് നേരിട്ട് കാണാൻ കാസർഗോഡ് കഴിഞ്ഞു. കാസർഗോട്ടെ ജനങ്ങൾ വളരെ കലാഹൃദയമുള്ളവരാണ്, കായിക ബോധമുള്ളവരാണ്. അതുകൊണ്ട് 61ാം കലോത്സവം ഇവിടെ നടക്കുമ്പോൾ രാത്രിയും പകലും ഓരോരോ വേദികളിൽ ആബാലവൃദ്ധം ജനങ്ങളും അത് ആസ്വദിക്കാൻ എത്തുന്നത് ഞാൻ കണ്ടതാണ്. 62ാം കലോത്സവം എൻ്റെ ജന്മനാടായ കൊല്ലത്ത് വെച്ചായിരുന്നു. അതിലും എനിക്ക് പങ്കെടുക്കാൻ അവസരമുണ്ടായി. കഴിഞ്ഞ കലോത്സവം നിങ്ങൾക്കറിയാം, കൊല്ലത്തു നിന്നാണ് ട്രോഫി നേടി ഈ സ്വർണ്ണ കപ്പ് കണ്ണൂരെത്തുന്നത്. കഴിഞ്ഞ തവണ വിജയതലം അണിയിച്ചത് കണ്ണൂരാണ്. കണ്ണൂരെന്ന് പറയുമ്പോൾ കാസർഗോഡിൻ്റെ തൊട്ടടുത്ത ജില്ലയാണ്. 1984 ഈ ജില്ല ഉണ്ടാകുന്നതിന് മുമ്പ് കാസർഗോഡ് കണ്ണൂരിൻ്റെ ഭാഗമാണ്. അപ്പോൾ കപ്പ് സുജാത ടീച്ചർ പറഞ്ഞ പോലെ കണ്ണൂർ വരെ എത്തി. ഇനി വളവട്ടണം പാലം കടന്ന് ഇങ്ങോട്ടെത്താൻ അധികം ദൂരവുമില്ല. നിങ്ങളെല്ലാവരും വിചാരിച്ചാൽ അധികവും കാലവും വേണ്ടി വരില്ല. ഈ സ്കൂളിന് ഒരു ചരിത്രമുണ്ട്, പാരമ്പര്യമുണ്ട്, പൈതൃകമുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല ഈ സ്കൂള് മിന്നിത്തിളങ്ങി നിൽക്കുന്നത്. ഈ സ്കൂള് കലാരംഗത്ത്, കായിക രംഗത്ത്, ശാസ്ത്രരംഗത്ത് ഒരു വെന്നിക്കൊടി പാറിച്ച സ്കൂളാണ്. ആ സ്കൂളിൻ്റെ അങ്കണത്തിലേക്കാണ് ഇതാദ്യമായി ആരംഭിക്കുന്ന ഈ ട്രോഫിയുമായുള്ള പ്രയാണം തുടങ്ങുന്നത്. നിങ്ങൾക്കറിയാം, ഈ ട്രോഫി വിദ്യാർത്ഥികളുടെ ഒരു സ്വപ്നമാണ്. ഈ ട്രോഫി നേടിയെടുക്കുന്നവർക്ക് ഒരു ദിവസം മാത്രമേ ഈ ട്രോഫി കൈവശം വയ്ക്കാനുള്ള അധികാരമുള്ളൂ. വൈകുന്നേരം ആകുമ്പോൾ ഈ ട്രോഫി ഏത് ജില്ലയ്ക്കാണോ കിട്ടുന്നത് ആ ജില്ലയുടെ ട്രഷറിയിലേക്ക് ഇത് വയ്ക്കണം. ഇത് ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ച പോലെ
ഇന്ന് 3 ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി. നാളെ മുതൽ 14 ജില്ലയിലും ഇതിൻ്റെ പര്യടനം നടക്കും. 14 ജില്ലയിലെ പര്യടനം നടത്തി ജനുവരി മാസം 3-ാം തീയതി ഇത് തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ 4-ാം തീയതി കലോത്സവത്തിന് തിരി തെളിയും. അതോടുകൂടി കേരളത്തിലൊരു പുതിയ മാമാങ്കം ആരംഭിക്കുകയാണ്. ഇതിനൊരു ചരിത്രമുണ്ട്. ചരിത്രമെന്ന് പറയുന്നത് നമുക്കറിയാം. ഇങ്ങനെയൊരു ട്രോഫി വേണമെന്ന് ആദ്യമായി പറഞ്ഞത് ശ്രീ വൈലോപ്പള്ളി ശ്രീധരമേനോനാണ്. ഏത് ദൂസര സങ്കല്പത്തിൽ പിറന്നാലും ഏത് യന്ത്രവൽകൃത യുഗത്തിൽ വളർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ മണവും മമതയും സ്നേഹവും ഇത്തിരി കൊന്നപ്പൂക്കളും എന്ന കവിത എഴുതിയ വൈലോപ്പള്ളി ശ്രീധരമേനോൻ 1985 അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന TM ജേക്കബിനോട് ആവശ്യപ്പെട്ടു, ഈ സ്കൂൾ കലോത്സവത്തിൽ വിജയിക്കുന്നവർക്ക് ഒരു സ്വർണ്ണ കപ്പ് തന്നെ കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ ആശയം അന്നത്തെ ഗവൺമെന്റ് ഗൗരവമായി പരിഗണിച്ചെങ്കിലും അടുത്ത വർഷം അത് കൊടുക്കണമെന്നാണ് ആവശ്യം ഉന്നയിച്ചതെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അടുത്ത വർഷം സ്വർണം പൂശിയ ഒരു നടരാജ വിഗ്രഹമാണ് ഇതിൻ്റെ ട്രോഫിയായി തിരഞ്ഞെടുത്തത്. പക്ഷെ അടുത്ത വർഷമെങ്കിലും വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ ആശയം പ്രാവർത്തികമാക്കണമെന്ന് കണ്ട് 107 പവന്റെ ഒരു ട്രോഫി തയ്യാറാക്കാനാണ് ആദ്യം തീരുമാനിച്ചത്. ട്രോഫി തയ്യാറാക്കി വന്നപ്പോൾ അത് 117 പവനായി മാറി. കോയമ്പത്തൂരാണ് ഇതിൻ്റെ രൂപകൽപ്പന നടത്തി ഇത് നിർമ്മിച്ചെടുത്തത്. അപ്പോൾ ഈ ട്രോഫി ആദ്യമായി കരസ്ഥമാക്കാനുള്ള ഭാഗ്യം കിട്ടിയത് കോഴിക്കോട്ട് വെച്ച് നടന്ന തിരുവനന്തപുരത്തുകാർക്കാണ് അതിൻ്റെ ഭാഗ്യം ലഭിച്ചത്. തിരുവനന്തപുരത്തുകാർ അവിടുന്ന് ഓരോ ജില്ലയ്ക്കും ഇങ്ങനെ കൈമാറി ഒരു ദിവസം ട്രോഫി നേടുന്ന ആളുകൾക്ക് അവർ കൈവശം വയ്ക്കാൻ കഴിയുകയും അന്ന് വൈകിട്ട് ഇത് ട്രഷറിയിൽ വെക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണത്തെ ജേതാക്കൾ എന്ന് പറയുന്ന കണ്ണൂരാണ്. കണ്ണൂർ ഒരു ദിവസം ഈ ട്രോഫി വിദ്യാർത്ഥികൾ കൈവശം വെച്ചിട്ട് വൈകിട്ട് കണ്ണൂരിലെ ട്രഷറിയിൽ വെക്കുകയും ട്രഷറിയിൽ നിന്ന് 117 പവനുള്ളത് കൊണ്ട് വൻപിച്ച സുരക്ഷയോടുകൂടി വേണം ഇത് കൊണ്ടുപോകാൻ. അപ്പോൾ ആ സുരക്ഷാ സംവിധാനമൊക്കെ ഒരുക്കിയിട്ടാണ് ഇന്നിവിടെ ഇത് എത്തിയിരിക്കുന്നത്. ഈ ട്രോഫിയുടെ പ്രയാണം കേരളത്തിലെ മുഴുവൻ ആളുകളെയും ഈ ട്രോഫി കാണിക്കണം. കാര്യം കേരളത്തിലെ 14 ജില്ലയിലെ ആളുകൾക്കും തിരുവനന്തപുരത്ത് പോയി ഇത് കാണാനുള്ള ഭാഗ്യമില്ലാത്തത് കൊണ്ട് ഇത് വളരെ പ്രശസ്തി കൊടുത്ത് പരസ്യം കൊടുത്ത്, അല്ലെങ്കിൽ ഇന്നിവിടെ നടക്കുന്ന ചടങ്ങുകളോടുകൂടി ഇവിടെ പ്രിന്റഡ് മീഡിയ ഉണ്ട്, ഇലക്ട്രോണിക് മീഡിയ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്. ഈ യാത്ര പുറപ്പെടുന്ന വിവരം എല്ലാ ജില്ലകളെയും അവരറിയിച്ച് ഇത് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാൻ ഒരു അവസരം കൊടുക്കുകയാണ്. കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് കേരള ഗവൺമെന്റ് കൊടുക്കുന്ന ഈ 117 പവന്റെ ഈ ട്രോഫി കാണാനൊരവസരം ഒരുക്കുകയാണ്. അതിൻ്റെ യാത്രയാണ് ഇവിടുന്ന് ആരംഭിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ ഈ ചരിത്ര പ്രസക്തമായ സ്കൂളിൽ നിന്ന് പ്രൗഢഗംഭീരമായ ഈ സദസ്സിനെ സാക്ഷി നിർത്തി ഞാൻ ഈ പ്രയാണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. വേദിയിൽ ബഹുമാനപ്പെട്ട പരീക്ഷാഭവന്റെ ജോയിന്റ് ഡയറക്ടർ ശ്രീ ഗിരീഷ് ചോലയിലുണ്ട്. ദുർഗ ഹൈസ്കൂളിലെ അധ്യാപകർക്കൊക്കെ തന്നെ അദ്ദേഹത്തെ പരിചയം കാണും. മുൻ കാസർഗോഡ് ജില്ല DD ആയിരുന്നു. ദുർഗ ഹൈസ്കൂളിൽ അദ്ദേഹം വന്ന ഒരു അനുഭവം എല്ലാവരും ഓർക്കുന്നുണ്ടാവും. ഞങ്ങളുടെ സ്റ്റാഫ് റൂമിൽ ആദ്യമായിട്ട് വന്നിട്ട് ഞങ്ങളന്ന് ബെഞ്ചിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പറയുണ്ടായി, ടീച്ചേഴ്സ് ബെഞ്ചിലിരിക്കാറില്ല, ബെഞ്ചിലിരിക്കുന്നത് കുട്ടികളാണ്. അതുകൊണ്ട് അടുത്ത തവണ ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്കും കസേരയായിരിക്കണം ഓരോ അധ്യാപകർക്കും ഉണ്ടാകുന്നത് എന്ന്. എന്തായാലും ഞങ്ങൾ അതിന് ശേഷം കസേരയാണ് ഉപയോഗിക്കുന്നത്. കസേര തന്നെയാണ് ഇപ്പോൾ ഓരോ ടീച്ചേഴ്സിനും. അപ്പം അദ്ദേഹത്തെ ഏറ്റവും സുപരിചിതനാണ് അദ്ദേഹം. അദ്ദേഹത്തെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇത്രയും ആരാധനയായിട്ടുള്ള MP രാജ്മോഹൻ സാർ, സുജാത ടീച്ചർ, ഡെപ്യൂട്ടി ഡയറക്ടർ, മറ്റു വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകന്മാരെ, ഈ ഒരു സ്വർണ്ണക്കപ്പിൻ്റെ മൂല്യം വർഷം കൂടുന്തോറും സ്വർണത്തിൻ്റെ വില കുതിക്കുന്നതിനേക്കാൾ അതിദ്രുതഗതിയിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏറ്റവും മൂല്യവത്തായി തീർന്നത് കഴിഞ്ഞ വർഷം തൊട്ടിട്ടാണ്. ഇങ്ങനൊരു ഗോൾഡ് കപ്പ് ഉണ്ട് എന്നുള്ളത് കേട്ടുകേൾവിയല്ലാതെ സംസ്ഥാനത്തെ എല്ലാ ആളുകളുടെയും മനസ്സിലേക്ക് ഇതൊരു ബിംബമായി മാറിയത് കഴിഞ്ഞ വർഷം തൊട്ടാണ്.
അങ്ങനെ ഈ മൂല്യവത്തായ ഈ ഒരു ട്രോഫി ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്ത് നടത്തുന്ന ഏറ്റവും മഹത്തായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ നടത്തി വരുന്ന ഈ കലാമാമാങ്കം തന്നെയാണ്. സമൂഹം സ്കൂൾ സമൂഹത്തിലേക്ക് എന്ന് പറയുന്ന ആ ഒരു തത്വശാസ്ത്രം അന്വർത്ഥമാക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഈ ഒരു കലാ മാമാങ്കത്തിൽ കൂടെ നടന്നു വരുന്നത്. നമ്മൾക്കറിയാം, ഓരോ വീട്ടിലും സ്പന്ദനം ഉള്ള പ്രവൃത്തി ഏത് എന്ന് ചോദിച്ചാൽ ഓരോ രക്ഷിതാവിനും ഓരോ വീട്ടുകാർക്കും ഓരോ കുട്ടിക്കും ഓരോ സ്കൂളിനും ഏറ്റവും ഒരു ഊർജം നൽകി വരുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ ഈ കലോത്സവം എന്ന് പറയുന്നത്. ഈ കലോത്സവത്തെ കേരളം നെഞ്ചേറ്റിയിട്ടുണ്ട്. ഏറ്റവും ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് അതിനെ നോക്കിക്കാണുന്നുണ്ട്. സാർ കൂടെ സൂചിപ്പിച്ചതുപോലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൗമാര മാമാങ്കം എന്ന് പറയുന്ന ഈ ഒരു കലോത്സവത്തെ നമ്മൾ ഓരോരുത്തരും ഒരു മികവിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഈ ട്രോഫിയുടെ പ്രയാണം ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ഏറ്റവും മഹത്തായ രീതിയിൽ ഇത് സംസ്ഥാന കലോത്സവം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു എന്ന് വേണമെങ്കിൽ 4-ാം തീയതിയാണ് ഔപചാരികമായിട്ട് ഉദ്ഘാടനമെങ്കിൽ പോലും ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട MP ഈ ഒരു ട്രോഫി സ്വർണ്ണക്കപ്പിൻ്റെ പ്രയാണം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതോടുകൂടി തന്നെ നമ്മുടെ കലോത്സവം ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഈ സ്കൂളിനെ കുറിച്ച് 2 വാക്ക് പറയാതെ എനിക്ക് വയ്യ. നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ഒരുപാട് പരിമിതികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാറുള്ളത്. ഈ കാണുന്ന ഇടത്തുള്ളതും വന്നിടത്തുള്ളതും ഇങ്ങനൊരു മനോഹരമായൊരു ഹോൾ, ഭയങ്കര ഒരു ആംബിയൻസ് ഉണ്ട്. ഈ സ്കൂളിലെ മാനേജ്മെൻറ്റിനെയും മറ്റ് അധ്യാപകരെയും ഈ ഒരു കാര്യത്തിന് പ്രത്യേകം അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. എല്ലാവർക്കും മത്സരം പേരിന് മാത്രമാണ്. ഇതിൽ മത്സരമല്ല കാര്യം, മനസ്സിൻ്റെ ആനന്ദമാണ്, ഉത്സാഹമാണ്. ഓരോ ചുവടും മുമ്പോട്ട് വച്ചു എന്ന് ഓരോരുത്തരും ഉറപ്പാക്കുന്ന പ്രക്രിയയാണ്. ഈ പ്രക്രിയയുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഓരോരുത്തർക്കും മനസ്സ് നിറഞ്ഞ് ആനന്ദിക്കാൻ കഴിയട്ടെ ഈ ഒരു പ്രക്രിയയുടെ ഭാഗമായി എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് പേരുണ്ട്, പ്രത്യേകം പേരെടുത്ത് പറയുന്നില്ല. ബഹുമാനപ്പെട്ട MP ഉൾപ്പെടെ ധന്യമായ വേദിക്കും അതുപോലെ പ്രിയ സദസ്സിനും എൻ്റെ വിനീത നമസ്കാരം. ആദ്യമേ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. കൂടുതലൊന്നും പറഞ്ഞ് സമയം നഷ്ടപ്പെടുത്തുന്നില്ല. ഇതിനു മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട MP അതുപോലെ ചെയർപേഴ്സണും ഒക്കെ പറഞ്ഞ മാതിരി നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഈ സ്വർണ്ണക്കപ്പ് കാസർഗോഡ് എത്തിക്കുന്ന കാര്യം നമുക്ക് അപ്രാപ്യമല്ല. അതിന് നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, വളരെ സന്തോഷവും അഭിമാനമുള്ള നിമിഷമാണ് നമ്മുടെ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അങ്കണത്തിൽ ഈ പറയുന്ന സ്വർണ്ണക്കപ്പ് എത്തിച്ചതിൽ അല്ലെങ്കിൽ എത്തിയതിൽ. നമ്മൾ മുൻ വർഷങ്ങളിൽ പല പ്രാവശ്യമായിട്ട് നമ്മുടെ ഏറ്റവും മികച്ച വിദ്യാലയമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ലഭിച്ച ഈ ഒരു ഊർജം ഈ വർഷവും നമ്മൾക്ക് ഏറ്റവും വലിയ വിജയം കൊയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ അങ്കണത്തിൽ നിന്ന് ലഭിച്ച ഈ ഊർജം കൊണ്ട് സംസ്ഥാന തലത്തിൽ കാസർഗോഡ് ജില്ലയ്ക്ക് ഏറ്റവും മികച്ച വിജയം ആശംസിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് ഇവിടെ ഈ ചടങ്ങിന് നമ്മുടെ ഈ സ്വർണ്ണക്കപ്പ് പ്രയാണം ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട MP ശ്രീ രാജമോഹൻ ഉണ്ണിത്താൻ അവറുകൾക്ക് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും ഈ ചടങ്ങിൻ്റെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങിന് അധ്യക്ഷസ്ഥാനം വഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട ചെയർപേഴ്സൺ സുജാത ടീച്ചർ അവറുകൾക്കുള്ള നന്ദിയും അറിയിക്കുന്നു. അതുപോലെ ഈ ചടങ്ങിൽ സംബന്ധിച്ചിരിക്കുന്ന വിവിധ ഉദ്യോഗസ്ഥന്മാർ, നമ്മുടെ വിദ്യാഭ്യാസ തലത്തിലുള്ള വിവിധ ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ, അതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്രയാണം ആരംഭിക്കുകയാണ്. അടുത്ത സമീപ ജില്ലയായ കണ്ണൂരിലേക്കാണ് ഈ സ്വർണ്ണക്കപ്പിന്റെ പ്രയാണം തുടരുന്നത്. എല്ലാവരും കൈ ഉയർത്തി സ്വർണ്ണക്കപ്പിന് അഭിവാദ്യം നൽകുക. സ്വർണ്ണക്കപ്പ്
മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു കാരണവശാലും കുട്ടികൾ അതിന്റെ പുറകെ ഓടാൻ പാടില്ല. നിങ്ങളുടെ സീറ്റിൽ തന്നെ ഇരുന്ന് കൈ വീശി ടാറ്റ നൽകി ഈ സ്വർണ്ണക്കപ്പിനെ യാത്രയാക്കുക. Vamos a querer, ya te mandé, ¿verdad?